അമ്മ ഇവിടെ കിടന്നെ പച്ച ഷർട്ട് എവിടെ പോയി? നിങ്ങൾ കോമഡി അല്ല, എനിക്ക് സമയമില്ല. എന്റെ ഷർട്ട് എടുത്തതില്ലെങ്കിലേ ഇവിടെ എല്ലാ ഷർട്ടും ഞാൻ എടുത്ത് കത്തിക്കും. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടവേണ്ട. എന്റെ ഷർട്ട് നോക്കാനേ എനിക്കറിയാം. പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ച? സീസണിൽ ഭ്രാന്താണെന്ന് തോന്നുന്നു. മിക്കവാറും നിൽക്കാത്തറ വെക്കേണ്ടി വരും. കാര്യമല്ല, അങ്ങേരെ മക്കളല്ലേ, ജീവിതകാലം മുഴുവനും കാണും. എന്റെ സമയം കളയാനായി. ഹെഡ്സെറ്റ് കാണാനില്ല. ഈ ബെഡിൽ കിടന്ന ഹെഡ്സെറ്റ് എവിടെ? അത് ഞാൻ സാമ്പാറിൽ അരിഞ്ഞിട്ട്. ഇതാണ് മക്കളെ നിന്റെ ഹെഡ്സെറ്റ്. അച്ഛൻ പ്രബന്ധവനം പാടാൻ വേണ്ടി ഇതെടുത്തതാണ്. എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ ഹെഡ്സെറ്റ് എന്തിനെടുത്താ? ചോദിക്കാതെ പോടാ അവിടെ നിന്ന്. പോടാന്നാ? എന്നെ എടാ പോടാന്ന് വിളിച്ചാലാണ്. ഓക്കെ സാർ. എന്റെ ഹെഡ്സെറ്റ് എടുക്കരുത്. അവനൊരു ഹെഡ്സെറ്റ് ഉണ്ടല്ല, അതെടുക്കണം. പോയി പോടാ മക്കളെ. അതെ, ഒരു സംശയം. നീയാണോ എന്റെ തന്താക്കുന്നത്? ഞാൻ നിന്റെ തന്ത. നീ എന്റെ തന്ത. ഇവനെയൊക്കെ പിറ്റിട്ട് അവളെ പറഞ്ഞ മതിയല്ല, നന്നേക്കാൾ മോശം. മുതലുണ്ട് പറഞ്ഞിട്ട് വരാം. നീ നിന്റെ മൂത്ത പുത്രനെതിരെ ഇത്രയും ചാപ്പ്. അത് എന്റെ അടുത്ത് എന്തിനു ചോദിക്കണം? അവനെ തന്നെ നേരിട്ട് പോയി ചോദിക്കേ. ചോദിക്കാൻ കൂടെ ചെന്നാതി. അവനെ വിഴുങ്ങാൻ നിൽക്കാണ്. അതേപോലെ തന്നെ എന്റെ അവിടെ. എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഈ സ്വഭാവം ഇല്ല. എനിക്ക് തോന്നണേ നിന്റെ മുഴുക്കുമ്പോഴുള്ള ഒരു മാർക്കുട്ടി കളയുണ്ടല്ല, ആ തള്ളേരെ അതേ സ്വഭാവം ചെവി പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അവൻ കിടന്ന് ചാടുന്നതിന് എന്റെ കുടുംബക്കാരെ നെഞ്ചത്തോടെ കയറിട്ട് ഒരു കാര്യവും ഇല്ല. നിന്റെ ഈ ചെറ്റ വർത്താനുള്ള സ്വഭാവം ഇല്ല. ഇതിനെ അവനെ കിട്ടിയിരിക്കണം. ഞാൻ സംസാരിച്ച് ദേഷ്യപ്പെട്ടതാ. പോയി പോയി കയ്യില് കത്തിയാണ് ഇരിക്കണം. അത് ഞാൻ കണ്ടില്ല. എന്റെ ഇവിടെ കിടന്ന ചുവന്ന നിക്കറവനെ. അയ്യോ, അവർക്ക് തുടങ്ങി. റെസ്പോൺസ് ഇല്ല. അത് താനെ എണീറ്റ് പോയി കഴുകി വൃത്തിയായി അശയിലിട്ട് ഉണങ്ങി നിന്റെ കയ്യിൽ കിട്ടൂല. എനിക്കതൊന്നും അറിയണ്ട. എനിക്കിനെ നിക്കർ വേണം. എടാ, ഞാട്ടിരിക്കുന്ന നിക്കർ മതിയാ. 10 വർഷത്തെ പഴക്കം കാണും. ആൾക്കായി മുക്കല് തുടങ്ങി. അവരെ മുഖ്യൊക്കെ ചെയ്ത് അവിടെ നാട്ടിച്ചു വെച്ചാലാണ് നിന്നെ നോക്കിക്കോ ഞാൻ. ചേട്ടാ, ഇടിച്ച് പൊളിക്കല്ലേടാ. ഞാൻ പുതിയ ഒരെണ്ണം നിനക്ക് വാങ്ങിച്ചേരാ. എന്റെ പഴയ എന്താണ് രണ്ടുപേരെ മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ലടാ. നിന്റെ ഒരു ചേട്ടൻ തന്നെ ഉണ്ടല്ല, അവൻ വന്നേ ரொம்ப ഓവർ. അരേ മാതാശ്രീ, ക്യാ ഹുവാ? തൊട്ടേനെ പിടിച്ച അവന് ദേഷ്യം. ഇങ്ങനെ ഉണ്ടാ മക്കള്? കൊച്ചു പിള്ളേരുന്നെങ്കിൽ ചന്ദ്രൻ രണ്ടാക്കി ചുടുക്കായിരുന്നു. ഇപ്പോഴും രണ്ടെണ്ണം കൊടുത്താ എന്ത് കുഴപ്പം? എന്നെ പെട്ടിയിലാക്കി മുറുണ്ടാക്കാൻ നിർബന്ധം. വീട്ടിലെ ചിലവ് കുറയൂലേ? എല്ലാ മക്കളും കണക്ക് തന്നെ. മൈ ഡിയർ പാരന്റ്സ്, ഇതെന്തെന്നറിയാമോ? ജനറേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമോ? ഇപ്പോഴത്തെ ജനറേഷനെ ശരിയല്ല, അപ്പോഴാണ് ഗ്യാപ്പ്. അവനും ഞാനും തമ്മിൽ 2-3 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ മാനസികാവസ്ഥയും എന്റെ മാനസികാവസ്ഥയും പെട്ടെന്ന് കണക്ട് ആവും. അതുപോലെ നിങ്ങളത് കണക്ട് ആവൂല. ഓഹോ, എങ്കിൽ നീ കണക്ട് ചെയ്തൊന്ന് കാണിച്ചു തന്നാ. ബ്രദർഹുഡ് എന്താണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. മോനെ മഹേഷ്, അവസാനം അവൻ കുട്ടിയെടുത്ത് തലക്കടിക്കാതെ നോക്കിക്കോ. നീ എന്ത് ഞാൻ ഫോൺ വിളിച്ചു എടുക്കാത്ത? അതിന് ബേബി എന്നെ വിളിച്ചില്ലല്ലേ എന്ന് പറഞ്ഞോണ്ട് ഞാൻ വിളിച്ചത് നിനക്ക് തിരിച്ചു വിളിച്ചുള്ളൂ. നിന്റെ മൂഡ് ഓഫ് ഞാൻ മാറ്റി തരാടാ കുട്ട. അവൾ എനിക്ക് മെസ്സേജ് അയച്ചില്ല. നീ രാവിലെ ചായ കുടിച്ചോടാ കുട്ട. അതാരാണെന്ന് വിളിക്കണം? ബ്രദർഹുഡ് കണക്ട് ആക്കുമ്പോ ഇങ്ങനത്തെ ശബ്ദമൊക്കെ വരും ജലജെ. പോയവനാണ്. ബ്രദർഹുഡ് കണക്ട് ആക്കാൻ പറ്റിയില്ല. നിനക്ക് ആ സ്പീക്കറിലെ ബ്ലൂടൂത്തെങ്കിലും കണക്ട് ആക്കി കൂടെയായിരുന്നു. പാട്ടെങ്കിലും കേൾക്കായിരുന്നു. പ്രശ്നം ജനറേഷൻ ഗ്യാപ്പിന്റെ അല്ല, പിന്നെ അവന് മുഴുത്ത ഭ്രാന്ത്. കൊള്ളാം, നല്ലവനാണ് അവൻ. ഇതൊരു ഓർക്കാപ്പുറത്ത് അടിയായിപ്പോയി. ഞാൻ 2 പുഷപ്പ് എടുത്തിട്ടാണ് പോയിരുന്നെങ്കിലേ അവന്റെ കളർ
എന്റെ സംശയം അതല്ല, ഇവൻ നാട്ടുകാരുടെ ഈ സ്വഭാവം വെച്ചാണ് പെരുമാറുന്നത്. ഏയ് നാട്ടുകാർക്കൊന്നും അവൻ ഇങ്ങനെ ആയിരിക്കൂല. സമയത്രായടാ, കയ്യില് വാച്ചില്ല, ഫോണിരിക്കല്ലേ, അതിൽ നോക്കി പറ. ഫോണും ഇല്ല, പിന്നെ കയ്യിലിരിക്കണ ഒരു കൊച്ചങ്ങി അല്ല നിന്റെ വലിയച്ഛന്റെ അപ്പഴങ്ങ. സംഭവം വേറെ ഒന്നുമില്ല, ആരെങ്കിലും എന്തിന്റെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ചെന്ന് കയറി കൊടുക്കി, മതം പൊട്ടി ആനയാണ്, കാല് വെച്ചേ ചവിട്ടി പീത്തിക്കളയും. അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോണം പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാനാ ഓടാ, നീ ഒരു പ്രാവശ്യം കൂടെ അവന്റെ ദേഹത്ത് സ്പർശിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ ഇതങ്ങ് അമ്മ പോയി പറഞ്ഞാ മതി. മകളെ, വയസ്സാം കാലത്ത് കൈ പൊട്ടിയാലേ ഊർപ്പിടിക്കാൻ കുറെ സമയം എടുക്കും. ഒന്ന് ചെല്ലടാ മക്കളെ, നീ ഈ അച്ഛന്റെ അവിലൂസ് മണിയനല്ലേ. എന്റെ മണിയവ ഉടച്ചാല. നിനക്ക് വേണ്ടി 6 അടി മണ്ണ് ഈ വീട്ടിന്റെ മുറ്റത്ത് ഈ അച്ഛൻ ശരിയാക്കും. ബൈക്കില് പെട്രോൾ തീർന്ന് അവസാനം ആരാണ് ബൈക്കും കൊണ്ട് പോയാ? ഈ അച്ഛനാണ് എടുത്താ. അച്ഛൻ എവിടെ? മരിച്ചതുപോലെ കിടക്കാം. എന്താ നിന്റെ ആക്ച്വൽ പ്രശ്നം? നിനക്കെന്താ വയ്യേ? അപ്പ അടിക്കാവൂലേ? എന്താണ് നിന്റെ മൂക്കത്ത് ഇത്ര ശുണ്ടി? എനിക്കെന്തൊരു ശുണ്ടി? ഇതാണ് ശുണ്ടി. അവിടെ ഒന്നാമത് എന്റെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. ഞാൻ വെച്ച് വാക്കെല്ലാം ശ്രദ്ധിച്ച് കയറ്റി തരുവേ. ഓഹോ, അങ്ങനെയാണെങ്കിലേ കാര്യം എന്തെന്നറിയാതെ ഈ തോരടി പോലും പുറകോട്ട് വെക്കൂല. എങ്കിൽ ഞാൻ ഒരു മുന്നോട്ട് വെക്കാടാ. ഇങ്ങോട്ട് വെച്ചവനെ. അയ്യ പാവൻ ചാർജായി. എന്റെ ഊഴം കഴിഞ്ഞു, ഇനി അച്ഛന്റെ ഊഴം. ഹെൽമെറ്റെങ്കിലും ഒന്ന് ഊരി തരൂടാ. കാര്യമില്ല, ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടെ അടിക്കാനേ അവനറിയാം. നീ ആ ഫയർ ആൻഡ് സേഫ്റ്റി ഒന്ന് വിളിച്ചറിയിച്ചേരെ. ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ട്. മഹേഷ്, എന്താ മകളെ, നീ പുറത്തു പോണെങ്കിലേ 2 കവറ് സുജാപണം മാറ്റോണ്ട് വരണേ. കയ്യുടെ കൂട്ട വേറെ ഒന്നുമില്ല. ഇനി പോവാൻ മക്കൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനത് പറഞ്ഞാൽ മതി. അച്ഛൻ പോയിട്ട് വരാം. ജയ് ഹിന്ദ്. ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മഹേഷ്, എന്തോന്ന്? അഥവാ ഇനി നിങ്ങൾ കടയിൽ പോകുമ്പോ പപ്പടം കിട്ടിയില്ലെങ്കിലേ അച്ചാറ് വെച്ചോണ്ട് വരണേ. അച്ചാറ് കഞ്ഞിക്ക് ബെസ്റ്റാണ്. ഇനിയിപ്പോ മക്കൾക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ പോയി 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 കയ്യിന്നെല്ലാം ചെയ്യുന്നു. അച്ഛൻ ഈ കൗൺസിലിംഗ് ഒക്കെ അവന് ഏക്കും. ഏറ്റാ കൊള്ളാം. ഏറ്റില്ലെങ്കിലോ? ഏറ്റിലേക്ക് 10 മിനിറ്റ് കൊള്ളു. മഹേഷ്, ക്രോധമുണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് മറ്റുള്ളവരുടെ മേൽ പ്രകടിപ്പിക്കുന്നത് തെറ്റാണ്. ഉദാഹരണം, ഞാൻ നിന്നെ ഒന്ന് തൊട്ടു, ക്രോധം വന്നോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്ന് തോണ്ടി, ക്രോധം വന്നോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നെ ഒന്ന് അടിച്ചു, ഇപ്പൊ ക്രോധം വന്നു. ആസ്മ ഉണ്ടല്ലേ? ഇൻഹേലർ വലിച്ചാൽ മതി. വലിക്കാം. ആര് വലിക്കും? നീ വലിക്കും. ക്രോധത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. പട്ടിക്കാലം പുറകെ ഉണ്ട്. കൗൺസിലറെ, ക്രോധം കുറച്ചെങ്കിലും കുറഞ്ഞ ക്രോധം കുപ്പിയിലാക്കി അടച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോ കൊണ്ട് കളഞ്ഞാ മതി. ഇനി വേറെ ഒന്നും നോക്കാനില്ല. ജലജെ, നീ ആ പഴയ നീ ആവണം. യെസ്, തുമാരാ ടൈം ആ ഗയാ. Let's go. I wake up to a little bit
on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hitting yet. Damn, ain't that great. മഹേഷ് വിയർക്കും പുറത്തോളം നടിയിട്ടിട്ടൊന്നുമല്ല. പിന്നെ അച്ഛനാ ഏക ഭൂമിയോട്ട് വന്നതിന് മുമ്പ് ഞാനില്ലായിരുന്നു അവളെ ഏരാ. അമ്മ റൂമിൽ ഇറങ്ങിപ്പോ പോയില്ലെങ്കിൽ അവന്റെ ഒരു അമർക്കം. ഞാൻ മാറ്റോട്ട് വരാം. ഓ അപ്പൊ മക്കൾക്ക് പപ്പടത്തിന്റെ കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. ബൈക്കിൽ പോകാൻ പറ്റൂല, ബൈക്കിന്റെ പെട്രോളെ തീർന്നിരിക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ മാറ്റിട്ട് വരാം. അമ്മ കലക്കി. തോന്നിവാസം കാണിക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ ഇത് വെച്ചായിരിക്കും പ്രയോഗം. ഏതോ ഗുരു ഹോ ഗയാ. Pinch. അമ്മ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.